ആ എന്തേ? ഹലോ, ഇക്കങ്ങൾ എവിടെയാ? ഞാനിതാ കോളേജിന്റെ മുന്നില്. ഹലോ, വിമൻസ് കോളേജിന്റെ മുന്നിലാ? അല്ലടി, ആർട്സ് കോളേജിന്റെ മുന്നില്. ആ, അത് ശരി. നിങ്ങളെ മോൻ ഇതുവരെ ഇറക്കി വിട്ടില്ല? ഓൻ്റെ കാര്യമൊന്നും പറയാത്ത നല്ലത്. ഹോട്ടലിൽ പോകണം, റെസ്റ്റ് എടുക്കണം. എന്തേനി ഇപ്പതാ കോളേജ് കണ്ടപ്പോൾ ചാടി ഇറങ്ങി അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. കുറേ നേരമായി. നിങ്ങളല്ലേ പറഞ്ഞത് ഓനെ ഹോട്ടലിൽ ഹൈസലിൽ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരാന്ന്? മറന്നുപോയോ? മൂത്തുമ്മാന്റെ വീട്ടിൽ പോണ്ടേ? നാളെ ഇല്ലെന്ന് ജമാല് പോണത് ഗൾഫിലേക്ക്. ഈ ഒന്നും മിണ്ടാണ്ടിരി. ആദ്യം ചങ്ങായിനൊന്നാട് കൊണ്ടാക്കട്ടെ, എന്നിട്ട് നോക്കാം. നിങ്ങൾ വേഗം വരീ. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പോയിണ്ടാവുന്നാ. രമേശോട് പോയോ? അവൻ സൈറ്റിലാരോ എന്തോ അർജന്റായിട്ട് പോയതാ. രഘു പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിജേഷിന് എന്തോ ആക്സിഡൻറ്റ് പറ്റിയതെന്ന്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. ആ നാട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പരിപാടിക്ക് അവനെ ഒന്ന് പോയി ക്ഷണിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഒരു സുഹൃത്തിനെ കാണാനും പോകണ്ടെന്ന്. ഓ, അതിനെന്താ, അത് ഞാൻ പോയിക്കോളാം. ഈ ബിജേഷ് ആടാ, പഴയ NCCയിലെ ബിജേഷ്. നീ ഇപ്പോൾ എവിടേക്കാണ് പോണത്? എന്നാൽ ഞാനും വരുന്നുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. ഹലോ. അല്ല, ഇവൻ വന്നാൽ പ്രശ്നമാവില്ലേ? ഇവരല്ലേ പണ്ട് പ്രീ ഡിഗ്രി എക്സാമിൻ്റെ അന്ന് അടിയുണ്ടാക്കിയത്. ശരിയാ, ഞാനത് മറന്നു. അതിൻ്റെ പേരിലാണല്ലോ അവൻ കോഴിക്കോട് വിട്ട് പോകേണ്ടി വന്നത്. വാ, നമുക്ക് എൻ്റെ വണ്ടി പോവാം. നിനക്ക് അവനെ ഗെറ്റ് ടുഗദറിന് കണ്ടാൽ പോരെ? പോരാ, എനിക്കവനെ ഒറ്റയ്ക്ക് കിട്ടണം. ഇതൊന്നും അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. രതീഷേ, ഇത് പ്രശ്നമാവും. ഈ ആ മുജീബിനെ വിളിക്ക്. നമ്മുടെ കൂടെ ഒരു പോലീസുകാരുണ്ടാവണം നല്ലതാണ്. മധു കേറ്. ഇത് എങ്ങോട്ടാ? ഒരു കേസുണ്ട്, വാ. കേസോ? അതിന് നീ സസ്പെൻഷനിലല്ലേ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നശിപ്പിച്ച്. എടാ, ഒരു മിനിറ്റ്, നീ നടന്നോ. ഹലോ. ആ, കയറി വാ.
ഓൻ്റെ കൂടെ വന്ന ഗുണ്ടയാണോ? ആണോ? ഏയ്, ഇവൻ്റെ കാര്യം തീരുമാനമാക്കാതെ വരാൻ പറ്റില്ല. എന്നോടല്ലോടോ പറഞ്ഞ് എന്താടോ? ദേ പോലീസാണോടോ? അതിന് അല്ലടോ, നിങ്ങളെല്ലാം പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എന്ത് പ്രശ്നമോ? പഴയ കോളേജ് ഇഷ്യൂ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് കണ്ടിരുന്നു. 2005-ലോ 2006-ലോ മറ്റാന്ന് തോന്നുന്നു. ഇവനവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല. പറ്റൂല. ഒരു കമാൻഡോയെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. കമാൻഡോയോ? അതെ, കമാൻഡോ, കോബ്ര കമാൻഡോ. മുജീബേ വേണ്ടടാ. നീ അന്ന് CRPF-ലാണെന്നല്ലേ പറഞ്ഞത്? '2009 ഛത്തീസ്ഗഡിൽ വെച്ച് 14 പേരടങ്ങുന്ന ഇവരുടെ ട്രക്കിന് നേരെ ഒരു മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായി. അന്ന് ആ ആക്രമണത്തിൽ രക്ഷപ്പെട്ട 3 പേരിൽ ഒരാളാണ് ഈ ഇരിക്കുന്നത്. എടാ, അത് നീയായിരുന്നോ? ഞാനത് പത്രത്തിൽ വായിച്ചിരുന്നു, പക്ഷേ നീയാണെന്ന് അറിഞ്ഞില്ല. അപകടം ഞങ്ങൾക്കൊരു സാധാരണ വാക്ക് മാത്രമാണ്. ഇതൊക്കെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കുറേ കാലം ആർമി ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഇന്നലെയാണ് നാട്ടിലെത്തിയത്. എടാ, നീ വരണം. നീയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ്. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. പരിപാടിക്ക് വരാൻ സാധിക്കില്ല. നമുക്ക് വിജേഷിന് ഒരു വെൽക്കം. പതിനൊന്നാള് ചെതറിപ്പോയി. ഞങ്ങൾ 3 പേരെ രക്ഷപ്പെട്ടു. ഞാനൊരു 8 കൊല്ലം എടുത്തോണ്ടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് 8 വർഷം. പക്ഷെ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ.